2026 ഒരു കേന്ദ്ര സർക്കാർ ജോലിയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നതെങ്കിൽ SSCക്കാണോ റെയിൽവേക്കാണോ പ്രിപ്പയർ ചെയ്യേണ്ടത്? ഒരുപാട് ഉദ്യോഗാർത്ഥികളുടെ മനസ്സിൽ ഇപ്പോഴും ഉള്ള ഒരു സംശയമാണ്, ഞാൻ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണോ അതോ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്നതാണോ ഏറ്റവും നല്ലത്? രണ്ടിനും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുമോ? കൂടാതെ രണ്ടിനും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്തു തന്നെ വെക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് എനിക്ക് ഈ ഒരു ജോലിയിൽ പ്രവേശിക്കാനായിട്ട് ഉണ്ടാവുക, തുടങ്ങിയ ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം വിശദമായി തന്നെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പൊ മക്കളെ, ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുക, ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാനായിട്ട് നിലവിലെ ഇന്ത്യയിലെ സാഹചര്യം വെച്ച് നമുക്ക് മുന്നിലുള്ളത് ഏറ്റവും മികച്ച രണ്ട് പരീക്ഷകളാണ്. ഒന്ന് SSCയുടെ പരീക്ഷകളും രണ്ടാമത്തേത് റെയിൽവേ നടക്കുന്ന പരീക്ഷകളും. ഈ രണ്ട് പരീക്ഷകളും വർഷാവർഷം നിരവധി ക്വാളിഫിക്കേഷൻ, അതായത് 10th, +2, ഡിഗ്രി, ടെക്നിക്കൽ ലെവൽ എന്നിങ്ങനെ എല്ലാ ക്വാളിഫിക്കേഷൻസിലേക്കും വർഷാവർഷം പരീക്ഷകൾ നടത്താറുണ്ട്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കേന്ദ്ര സർക്കാർ ജോലി എന്നൊരു സ്വപ്നം ഈ രണ്ട് പരീക്ഷകളിലൂടെയും സാക്ഷാത്കരിക്കാറുണ്ട്. അപ്പൊ SSC പരീക്ഷകളുടെ ഒരു കാര്യം എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന പോലെ തന്നെ ഗ്രൂപ്പ് B-C പോസ്റ്റുകളിലേക്ക്, അതായത് വേരിയസ് ആയിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ മിനിസ്ട്രിയിലേക്കും ഡിപ്പാർട്ട്മെന്റിലേക്കും ഉള്ള നമ്മുടെ CBI ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങിയ തസ്തികകൾ അടക്കം വരുന്ന ഇന്ത്യയിലെ തന്നെ ടോപ്പ് മോസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളിലേക്കെല്ലാം പരീക്ഷകൾ നടത്തുന്ന ഒരു ഏജൻസിയാണ് എന്ത്? സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. മറിച്ച് നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ RRBയിലേക്ക് വന്നു കഴിഞ്ഞാൽ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് റെയിൽവേയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോസ്റ്റുകളിലേക്കും കൂടാതെ 10th ക്വാളിഫിക്കേഷൻ മുതലുള്ള എല്ലാ പോസ്റ്റുകളിലേക്കും ഈ പറയുന്ന റിക്രൂട്ട്മെന്റും കാര്യങ്ങളും നടത്തുന്ന ഒരു ഏജൻസിയാണ് റെയിൽവേയുടെ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്. അപ്പോൾ ഈ രണ്ട് ഏജൻസികൾക്കും 2026 എന്തുമാത്രം പോസ്റ്റുകളാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്, ഓരോ പോസ്റ്റിലും എത്ര വേക്കൻസീസ് ആണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്, രണ്ടിനും കൂടി ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ സിലബസ് പരമായിട്ടും പഠിക്കുമ്പോഴും സ്ട്രാറ്റജിക്കലും ആയിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ വിശദമായിട്ട് തന്നെ നോക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പൊ ആദ്യമേ തന്നെ മനസ്സിലാക്കിയിരിക്കുക, നമ്മുടെ SSC ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ പരീക്ഷകളെ കുറിച്ച് ജസ്റ്റ് നമുക്ക് നോക്കാം. അതായത് ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്തൊക്കെ പരീക്ഷകളിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ഇപ്പൊ ഞാൻ നമ്മുടെ 10th ലെവൽ ക്വാളിഫിക്കേഷനിൽ തന്നെ തുടങ്ങാനായിട്ട് പോവുകയാണ്. അപ്പൊ ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് MTS ആൻഡ് ഹവിൽദാർ പരീക്ഷയിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ MTS ഹവിൽദാർ പരീക്ഷയെ കുറിച്ച് നോക്കാനായിട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 10th ലെവൽ ക്വാളിഫിക്കേഷൻ മാത്രമേ ആവശ്യമുള്ളൂ. ഇതിൽ ഹവിൽദാർ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് മാത്രമാണ് നമുക്കറിയാവുന്ന പോലെ തന്നെ യൂണിഫോം പോസ്റ്റ് ആയതുകൊണ്ട് ഒരു ഫിസിക്കൽ ടെസ്റ്റ് കൂടി ഉണ്ടായിരിക്കുക. പക്ഷേ MTS അഥവാ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിലേക്ക് കടന്നു കഴിയുമ്പോൾ ഈ ഫിസിക്കൽ ടെസ്റ്റ് ഒന്നും ആവശ്യമില്ല, നമുക്ക് നേരെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ മറ്റുള്ള പരിപാടികളിലേക്കൊക്കെ പോയാൽ മതി. സോ MTSലേക്ക് വരാനായിട്ടാണെങ്കിൽ അടുത്ത വർഷം ഏറ്റവും കുറഞ്ഞത് ഒരു 8,000 മുതൽ 12,000-ഓളം വേക്കൻസീസ് നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും? ഒരു MTS പരീക്ഷയ്ക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ MTS ഹവിൽദാർ രണ്ടും കൂടി ചേർത്ത് ഏകദേശം ഒരു 8,000 മുതൽ 12,000-ഓളം വേക്കൻസീസ് 2026 നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇനി GD കോൺസ്റ്റബിളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഓൾറെഡി അതിന് നോട്ടിഫിക്കേഷൻ വന്നു, കഴിഞ്ഞ മാസം 31-ാം തീയതി അത് അപ്ലിക്കേഷൻ ചെയ്യാനുള്ള ഡേറ്റും ക്ലോസ് ആയി. ഇതിൽ ഏകദേശം 25,000-ന് മുകളിൽ വേക്കൻസീസ് ആണ് GD കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് റിപ്പോർട്ട് ചെയ്തിരുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് പേര് ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്. വെറും 10th ലെവൽ ക്വാളിഫിക്കേഷൻ മാത്രമേ GD കോൺസ്റ്റബിൾ പരീക്ഷയും നമുക്ക് ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് അപ്ലൈ ചെയ്തു എന്ന് മാത്രമല്ല, അവർക്ക് അറിയാവുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, 25,000-ന് മുകളിലും ഈ ഒരു വേക്കൻസി എന്തായാലും പോകാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്തൊരു പരീക്ഷയാണ് നമ്മുടെ RPF. പണ്ട് റെയിൽവേയിൽ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു RPF. ഇപ്പൊ നിലവിൽ SSC ആണ് ഈ പറയുന്ന പരീക്ഷ കണ്ടക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. 5,000 മുതൽ 7,000-ഓളം വേക്കൻസീസ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്ക് SI ആൻഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് നമുക്ക് രണ്ടും കൂടി ചേർത്ത് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ SI ആൻഡ് കോൺസ്റ്റബിൾ വിഭാഗത്തിലേക്ക് RPF-ൽ ഏകദേശം ഒരു 5,000 മുതൽ 7,000-ഓളം വേക്കൻസീസ് നമുക്ക് എവിടെ എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും? ഈ പറയുന്ന RPF എന്ന് പറയുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഒരു +2 ലെവൽ യോഗ്യതയുള്ള മറ്റൊരു പരീക്ഷയാണ് CHSL പരീക്ഷ. CHSL പരീക്ഷയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 3,000 മുതൽ 5,000-ഓളം വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഈ പറയുന്ന പരീക്ഷകളിലേക്ക് വരുന്ന പോസ്റ്റുകൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഓരോ പോസ്റ്റിന്റെയും ഒരു ഇമ്പോർട്ടൻസ് എന്തെല്ലാമാണ് തുടങ്ങിയ വീഡിയോസ് ഒക്കെ നമുക്ക് വിശദമായിട്ട് ചെയ്യാനുണ്ട്. അപ്പൊ ഡെഫിനറ്റ്ലി നമ്മൾക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് എൻ്റർ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ പ്രവേശിക്കുന്ന വ്യക്തിയാണ്, അതല്ലെങ്കിൽ നിങ്ങൾ ഇത്ര വർഷമായിട്ട് റെയിൽവേ അല്ലെങ്കിൽ SSC മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അതിൽ നിന്നൊന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത്. ഇനി അടുത്തത് ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് നമ്മുടെ CGL പരീക്ഷ. ഏകദേശം ഒരു 10,000 മുതൽ 15,000-ഓളം വേക്കൻസീസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഡിഗ്രി യോഗ്യത മസ്റ്റ് ആണ് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ CBIയുടെ ഇൻസ്പെക്ടർ, ഇൻകം ടാക്സ്, അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തുടങ്ങി ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെയൊക്കെ ഭാഗമാകാൻ തരുന്ന ഒരു അവസരമാണ് CGL പരീക്ഷ നമുക്ക് മുന്നിൽ തുറന്നു വയ്ക്കുന്നത്.
ഈ ടെക്നിക്കൽ കാറ്റഗറിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുണ്ട്. ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ ഏകദേശം ഒരു 1500 മുതൽ 2000 വരെ വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയ്ക്ക് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ടോപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളുടെ ഒരുപാട് വീഡിയോസ് ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെയാണ് നിങ്ങളുടെ പ്രിപ്പറേഷൻ കൊണ്ടുപോകേണ്ടത്, എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് വേണ്ടത് തുടങ്ങിയ വീഡിയോസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ജൂനിയർ എഞ്ചിനീയർ പരീക്ഷ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ബിടെക്കിന്റെ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ ഗ്രാജുവേറ്റ്സിനൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് SSCയുടെ ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലുള്ള പരീക്ഷ എന്ന് പറയുന്നത്. ഇവിടെ മൊത്തത്തിലുള്ള വേക്കൻസീസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഏറ്റവും കുറഞ്ഞത് 2026 ഒരു 60,000-ഓളം വേക്കൻസീസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റും. SSCയിൽ നിന്ന് മാത്രം ശ്രദ്ധിക്കുക, SSC പരീക്ഷയിൽ നിന്ന് മാത്രം ഏറ്റവും കുറഞ്ഞ വേക്കൻസീസ് ആണ് ഞാൻ ഈ പറയുന്നത്. കൂടാതെ നമുക്ക് ഡൽഹി പോലീസിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അവിടെ വയർലെസ് ഓപ്പറേറ്റർ ഉണ്ടാവും, കോൺസ്റ്റബിൾ ഉണ്ട്, SI ഉണ്ട്. ഇതെല്ലാം കൂടി ചേർക്കുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു 70,000-80,000-ഓളം വേക്കൻസീസ് നമുക്ക് എവിടെയുണ്ട്, സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ വഴി മാത്രം ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് ഓഫർ ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ നേരെ നമ്മുടെ റെയിൽവേയിലേക്ക് കടക്കാൻ. റെയിൽവേയിലേക്ക് കടന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമ്മുടെ ALP അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ഏകദേശം ഒരു 7,000 മുതൽ 10,000-ഓളം വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇനി എല്ലാവരും അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ലെവൽ 1 അഥവാ ഗ്രൂപ്പ് ഡി പരീക്ഷ ഈ വർഷം 22,000-ഓളം വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ മാസം 21-ാം തീയതി, അതായത് ജനുവരി 21-ാം തീയതിയാണ് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 22,000-ഓളം വേക്കൻസീസ് വരുന്ന ഒരു ഗോൾഡൻ പരീക്ഷയായിട്ടുള്ള ഗ്രൂപ്പ് ഡി പരീക്ഷ നമുക്ക് മുന്നിലുണ്ട്. പിന്നെ NTPC ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ, NTPC ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷ 7,000 മുതൽ 10,000-ഓളം വേക്കൻസീസ് നമുക്ക് ഏറ്റവും കുറഞ്ഞത് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ കഴിഞ്ഞ തവണത്തെ ഓൾറെഡി ആപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു, നമുക്ക് ഇനിയും NTPC വർഷം വരാനായിട്ടുണ്ട്. അടുത്തത് NTPC ഇതുപോലെ തന്നെ അണ്ടർ ഗ്രാജുവേറ്റ്, അതായത് +2 ലെവൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷ ഏകദേശം 3,000 മുതൽ 4,000-ഓളം വേക്കൻസീസ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും ഏറ്റവും കുറഞ്ഞത്. ഇനി RRBയുടെ തന്നെ ജൂനിയർ എഞ്ചിനീയർ പരീക്ഷയുണ്ട്. അഗെയിൻ സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ തുടങ്ങിയ ബിടെക് ഗ്രാജുവേറ്റ്സിനും ഒക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. 2,500 മുതൽ 5,000-ഓളം വേക്കൻസീസ്. അപ്പൊ ആകെ മൊത്തം നമുക്ക് റെയിൽവേയിൽ മാത്രം ഒരു 50,000 മുതൽ 60,000-ഓളം വേക്കൻസീസ് ഏറ്റവും കുറഞ്ഞത് 2026 അഗെയിൻ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പൊ മക്കളെ, SSC RRB രണ്ട് പരീക്ഷകളുടെയും വേക്കൻസീസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. രണ്ടും കൂടി ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഏറ്റവും കുറഞ്ഞത് 1,00,000-ന് മുകളിൽ വേക്കൻസീസിലേക്ക് നിങ്ങൾക്ക് മത്സരിക്കാൻ ഒരു അവസരമുണ്ട്. നിങ്ങളിപ്പോൾ റെയിൽവേക്ക് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഈ 50,000 വേക്കൻസീസ് നമുക്ക് ഡെഫിനറ്റ്ലി സോൺ വൈസ് ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഇന്ന RRBയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്രയും വേക്കൻസീസ് നമുക്ക് കുറവായിരിക്കും. കോമ്പറ്റീഷൻ കുറയുന്നത് പോലെ തന്നെ നമുക്ക് വേക്കൻസീസും കുറവ് തന്നെയായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പൊ മറിച്ച് നിങ്ങൾ SSCക്ക് കൂടി അപ്ലൈ ചെയ്ത് നോക്കാം. SSCക്ക് ഈ പറയുന്ന 60,000-ഓളം വേക്കൻസീസിലോട്ട് ഓൾ ഇന്ത്യ ലെവലിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, മത്സരിക്കാനുള്ള ഒരു സാധ്യത നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ. അപ്പോൾ ഈ SSC RRB രണ്ട് പരീക്ഷകൾക്കും നിങ്ങൾക്ക് ഒരുമിച്ച് തന്നെ പ്രിപ്പയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഇതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ റെയിൽവേയുടെ കലണ്ടർ വന്നിട്ടുണ്ടായിരുന്നു. റെയിൽവേയുടെ കലണ്ടർ നോക്കി കഴിയുമ്പോൾ മനസ്സിലാവുന്ന ഒരു കാര്യം, ജനുവരി മാർച്ച് മാസത്തിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരും. ഇനി ഗ്രൂപ്പ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഈ പറഞ്ഞ പോലെ ഈ മാസം ജനുവരിയിൽ വരും. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ടെക്നീഷ്യന്റെ എക്സാമിനേഷൻ വരാനുണ്ട് ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ. ജൂലൈ സെപ്റ്റംബർ മാസങ്ങളിലായിട്ട് നമുക്ക് NTPC, അതിന് അടുത്ത NTPC പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ വരാനുണ്ട്. ഒക്ടോബർ ഡിസംബർ മാസത്തിലായിട്ട് അടുത്ത ഗ്രൂപ്പ് ഡിയുടെ, അതായത് ഈ പറയുന്ന ജനുവരിക്ക് ശേഷം, ഈ ജനുവരി 21-ന് ശേഷം അടുത്ത ഗ്രൂപ്പ് ഡി പരീക്ഷ നോട്ടിഫിക്കേഷനും 2026 അവസാനം ഡിസംബർ ആകുമ്പോഴേക്കും ഉണ്ടാവും. അപ്പോൾ പരീക്ഷകളുടെ ഒരു നീണ്ട നിര അല്ലെങ്കിൽ ഒരു നീണ്ട അവസരം RRB നമുക്ക് മുന്നിൽ തുറന്നു വെച്ചിട്ടുണ്ട് ഈ ഒരു കലണ്ടറിലൂടെ. ഇനി SSCയുടെ കലണ്ടർ ഈ വർഷത്തെ പുറത്തിറക്കിയിട്ടില്ല. പക്ഷെ ഈ പറയാനിരിക്കുന്നത് പോലെ തന്നെ നമ്മളുടെ MTS പരീക്ഷ നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിലൊക്കെ ഉണ്ടാവും. അതിന് തൊട്ട് മുന്നേ ആയിട്ട് CHSL ഉണ്ടാവും. അതിന് മുന്നേ ആയിട്ട് തന്നെ നമുക്ക് ഈ വർഷം ഒരു പകുതിക്ക് മുന്നേ ആയിട്ട് തന്നെ ഒരു ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ നമുക്ക് CGL പരീക്ഷ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. പിന്നെ ജൂനിയർ എഞ്ചിനീയർ, RPF എന്നിങ്ങനെ ഒരുപാട് പരീക്ഷകൾ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ പറയുന്ന SSCക്കും ഇതുപോലെ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ SSC RRB രണ്ട് പരീക്ഷകൾക്ക് നിങ്ങൾ ഒരു വർഷം ഇരുന്ന് മെനക്കെട്ട് പ്രിപ്പയർ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ഈ പരീക്ഷകളെല്ലാം കഴിയുമ്പോൾ ചൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. എനിക്ക് റെയിൽവേയിലെ ജോലി എടുക്കണോ അതോ SSCയിൽ ഒരു ജോലി എടുക്കണോ? ആ ഒരു ലെവലിലേക്ക് എത്തുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ നമുക്ക് ചുറ്റുമുണ്ട് എന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇപ്പൊ രണ്ടിനും കൂടി എങ്ങനെയാണ് ഇവർക്ക് ഒരുമിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുന്നത്? സിമ്പിൾ ഉത്തരമാണ്. നമ്മൾക്ക് ഇതിന്റെ സിലബസ് തന്നെ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാൽ മതി. ഇതിന്റെ സിലബസ് നോക്കിക്കേ മക്കളെ, ഞാൻ ജസ്റ്റ് നമ്മുടെ റെയിൽവേയുടെ സിലബസ് മാത്രം എടുത്തിരിക്കുകയാണ്. അപ്പൊ ഈ റെയിൽവേയുടെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു കാര്യം, ജനറൽ അവയർനെസ് വരുന്നുണ്ട്, മാത്തമാറ്റിക്സ് വരുന്നുണ്ട്, റീസണിങ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത്രയും 3 സബ്ജക്റ്റുകളാണ് വരുന്നത്, അതായത് ജനറൽ അവയർനെസ്, മാത്തമാറ്റിക്സ്, റീസണിങ്. ഇവിടെ നമുക്ക് ഇംഗ്ലീഷ് ഇല്ല അല്ലെ? പക്ഷെ തിരിച്ചു നേരം നമ്മൾ SSCയിലോട്ട് വന്ന് SSCയിലോട്ട് വരുമ്പോൾ നോക്കിയേ, ഇംഗ്ലീഷ് വരുന്നുണ്ട്, അതുപോലെ ജനറൽ ഇന്റലിജൻസ് വരുന്നുണ്ട്, റീസണിങ് അല്ലെങ്കിൽ ജനറൽ ഇന്റലിജൻസ് വരുന്നുണ്ട്, കൂടാതെ മാത്സ് വരുന്നുണ്ട്, കൂടാതെ നമ്മുടെ ജനറൽ അവയർനെസ് വരുന്നുണ്ട്. അപ്പൊ ഇവിടെ കോമൺ ആയിട്ട് നമുക്ക് വരുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാണ്?
മാത്സ്, റീസണിങ്, അതുപോലെ തന്നെ നമ്മുടെ ജനറൽ അവയർനെസ്, ഈ 3 സബ്ജക്റ്റുകളും എവിടെയാണ് കോമൺ ആയിട്ടാണ് വരുന്നത്. അതായത് നമ്മുടെ ജനറൽ അവയർനെസ് ആയിക്കോട്ടെ, ഇന്റലിജൻസ് റീസണിങ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഈ 3 സാധനങ്ങളും നമുക്ക് റെയിൽവേയിലും SSCക്കും ഒരുപോലെ തന്നെ ഒരേ ലെവലിൽ പഠിക്കാനായിട്ടുള്ള 2 സാധനങ്ങളാണ്. നിങ്ങൾ ഈ 2 പരീക്ഷകൾക്കും വേണ്ടിയിട്ട് ഈ പറയുന്ന 3 സബ്ജക്റ്റുകൾ നല്ല തറോ ആക്കിയിട്ടുണ്ടെങ്കിൽ മക്കളെ റെയിൽവേ എന്നൊരു പരീക്ഷയും SSC എന്ന പരീക്ഷയും നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. ആകെ കൂടി നിങ്ങൾക്ക് വരുന്നത് ഈ മിടുക്കൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് മാത്രമാണ്. അതായത് SSC പരീക്ഷകൾക്ക് ഇംഗ്ലീഷ് കൂടി വേണ്ടി വരും. ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റ് അല്ല, ഡെഫിനറ്റ്ലി ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റേ അല്ല ഇംഗ്ലീഷ്. കാരണം നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ PYQs ഒക്കെ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും, പ്രോപ്പർ ആയിട്ട് PYQ വെച്ച് ഇന്നിന്ന സാധനമേ വരുള്ളൂ, ഇന്നിന്ന റൂളുകൾ നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻസ് വരുമ്പോഴും സോൾവ് ചെയ്യണമെന്ന് പ്രോപ്പർ ആയിട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പറ്റുമെങ്കിൽ ഈസിലി ഈ ഇംഗ്ലീഷിൽ മുഴുവൻ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മുടെ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്, വൊക്കാബ്സ് എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും, കൂടാതെ ഒരുപാട് രീതിയിലുള്ള ഇംഗ്ലീഷിന്റെ ചോദ്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒട്ടും പേടിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ല. സോ റെയിൽവേ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് പേടിച്ചിട്ട് ഒരിക്കലും SSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാതിരിക്കരുത്. സോ എനിക്ക് പറയാനുള്ളത് ഒരു ഇത്ര കാര്യമുള്ളൂ, ഒരൊറ്റ കാര്യം, നിങ്ങൾ 2 പരീക്ഷയ്ക്കും ഒരുമിച്ച് തയ്യാറെടുക്കുന്നുണ്ടോ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. അതായത് ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്ക് എത്തിപ്പെടാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങൾ ഈ 2നും കൂടി പ്രിപ്പയർ ചെയ്യാനാണ്. ഒരു ഇംഗ്ലീഷ് എന്ന സബ്ജക്ട് എക്സ്ട്രാ പഠിക്കാൻ നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണോ? ഒരിക്കലുമല്ല. നിങ്ങൾ പഠിക്കുന്ന അതേ കറണ്ട് അഫയേഴ്സ്, ജനറൽ അവയർനെസ്സിലെ മറ്റ് സബ്ജക്റ്റുകൾ, മാത്സ്, റീസണിങ് സബ്ജക്റ്റുകൾ എല്ലാം സെയിം ആണ്. സെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കുന്ന ടോപ്പിക്കുകൾ അടക്കം സെയിം ആണ്, ചോദ്യങ്ങൾ അടക്കം നിങ്ങൾക്ക് സെയിം ആയിട്ട് വരും. പിന്നെ നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത്? ഒരു ഇംഗ്ലീഷ് കണ്ടിട്ടോ. ഇംഗ്ലീഷ് നമുക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്ന ഒരു സബ്ജക്റ്റ് ആണ്. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊന്ന് ബേസിക് ആയിട്ട് കുറച്ച് ഗ്രാമർ റൂൾസ് ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആണ് നമ്മുടെ ഇംഗ്ലീഷ്. അപ്പൊ ഇത്രയും കണ്ടുകൊണ്ട് മാത്രം നിങ്ങൾ ഇനി പേടിച്ച് മാറി നിൽക്കരുത്. 2 പരീക്ഷകൾക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. SSCയുടെ RRBയുടെയും കലണ്ടർ വന്നു കഴിഞ്ഞാൽ, ഇപ്പൊ RRBയുടെ കലണ്ടർ വന്നു കഴിഞ്ഞു, SSCയുടെയും കൂടി കലണ്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാ പരീക്ഷകളും ആ കലണ്ടർ അനുസരിച്ച് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് SSCക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾ കറണ്ട് അഫയർ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്, മാത്സ് റീസണിംഗ് ഒക്കെ അറിയാമെങ്കിൽ നിങ്ങൾക്ക് റെയിൽവേ പരീക്ഷ പ്രത്യേകിച്ച് ഒന്നും എടുത്തു നോക്കേണ്ട ആവശ്യമില്ല. ഇനി മറിച്ച് നിങ്ങൾ റെയിൽവേക്ക് പ്രിപ്പയർ ചെയ്യുന്ന സീരിയസ് ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് മാത്രം ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. സോ ഇതിന്റെ ഒരു ആവശ്യമേ ഉള്ളൂ. സോ 2 പരീക്ഷകൾക്കും മക്കളെ നിങ്ങൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പ്രിപ്പയർ ചെയ്ത് പോവുക. ഒരു കാരണവശാലും ഇതിലൊരു ഉറപ്പ് കാണിക്കരുത്. 2026 നമുക്കൊരു കേന്ദ്ര സർക്കാർ ജോലി നേടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 പരീക്ഷയ്ക്കും ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് പ്രിപ്പയർ ചെയ്യുക. ഇതിനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ നമുക്ക് വരാനിരിക്കുന്ന ഗ്രൂപ്പ് ഡി പരീക്ഷ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. ഇതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു കിഡിലൻ ലോങ് ടേം അശ്വ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഈ യൂട്യൂബിൽ കാണുന്ന ടീച്ചേഴ്സ് എല്ലാം തന്നെയാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് മെന്റർഷിപ്പ് എടുക്കാൻ പോകുന്നത്, ക്ലാസ്സസ് എടുക്കാനായിട്ട് പോകുന്നത്, നിങ്ങൾക്ക് പ്രിന്റ് റെഡി ആയിട്ടുള്ള നോട്ട്സും സ്റ്റുഡിയോ ക്വാളിറ്റി ക്ലാസ്സസും കിട്ടാനായിട്ട് പോകുന്നത്. അതല്ലാതെ ചുമ്മാ ഒരു ഓൺലൈൻ സബ്സ്ക്രിപ്ഷനിൽ നമ്മുടെ ആ PPT നോട്ടായിട്ട് തരുന്ന പരിപാടി, അതല്ലെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് OBSൽ ക്ലാരിറ്റി കുറഞ്ഞ ക്ലാസ്സുകൾ തരുന്ന പരിപാടി അല്ല. നിങ്ങൾക്ക് പക്ക സ്റ്റുഡിയോ ക്വാളിറ്റി ക്ലാസ്സസ്, പ്രിന്റ് എടുക്കാൻ പറ്റുന്ന നോട്ടുകൾ അടക്കം, വീക്ക്ലി മെന്റർഷിപ്പ് സെഷൻസ്, സ്ട്രാറ്റജി സെഷൻസ്, വെറും 4 മാസങ്ങൾ കൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ സിലബസ് കവർ ചെയ്ത് തീർത്തിരിക്കും. അതിനുശേഷമാണ് നിങ്ങൾക്ക് PYQ, മോക്ക് ടെസ്റ്റ്, അതുപോലെ തന്നെ ലൈവ് സെഷൻസ്, ലൈവ് സീരീസ്, ഡിസ്കഷൻസ് തുടങ്ങിയ റിവിഷൻ പരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ആരംഭിക്കാൻ പോകുന്നത് അതിനുശേഷമാണ്. സോ ഈ ഒരു രീതിയിലുള്ള ബാച്ചാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ഗ്രൂപ്പ് ഡിക്ക് നമ്മൾക്ക് ഒരു അശ്വ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കൂടാതെ NTPCക്ക് ഒരു പുതിയ തേജസ് ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് ടീച്ചേഴ്സിന് അണ്ടറുള്ള മെന്റർഷിപ്പിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും. എന്ത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഡയറക്റ്റ്ലി ടീച്ചേഴ്സിന് തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ഇത്തരം ഒരു അവസരം ഒരുക്കുന്ന 2 ബാച്ചുകളാണ് RRBയുടെ NTPCയുടെ തേജസ് ബാച്ചും കൂടാതെ ഗ്രൂപ്പ് ഡിക്ക് വരുന്ന അശ്വ ബാച്ചും. ഇതൊന്നും കൂടാതെ നിങ്ങൾക്ക് SSCയെ കുറിച്ച് യാതൊരു ധാരണയില്ലെന്ന് വിചാരിക്കുക. SSC പരീക്ഷകളെ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ SSCയെ ഞാൻ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടത്, ഇത്ര കാലം ഞാൻ റെയിൽവേ പരീക്ഷ മാത്രമേ പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ എന്നാണെങ്കിൽ നിങ്ങൾക്ക് SSCയെ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് ഫ്രീ ആയിട്ട് സൂപ്പർ നോട്ട്സിന്റെ എല്ലാ ക്ലാസ്സസും ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഫ്രീ ഫൗണ്ടേഷൻ ബാച്ച് വെറും 11 രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് സൂപ്പർ നോട്ട്സിന്റെ SSC ഫൗണ്ടേഷൻ ബാച്ച് വെറും 11 രൂപയ്ക്ക് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് വെറും 11 രൂപയ്ക്ക് ഈ പറയുന്ന SSC എന്താണ്, എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിലുള്ള ടിപ്സും ട്രിക്സും ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിന്റെ ക്ലാസ്സുകളും വെറും 11 രൂപയ്ക്ക് ഒരു മാസത്തേക്ക് നിങ്ങൾക്ക് SSCയുടെ ഫൗണ്ടേഷൻ ബാച്ചും ആക്സസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ മക്കളെ SSC ഓക്കെ ആയി, RRB ഓക്കെ ആയി, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? പഠനമാണല്ലേ. പഠിക്കുക. ഈ കേന്ദ്ര സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല അടിപൊളി ജോലി തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന ഓരോന്നല്ല. നിങ്ങൾ ഒരു കേരള PSC ജോലി എഴുതി കിട്ടുന്നതിനേക്കാൾ
അതായത് ഒരു ഡിഗ്രി ലെവൽ ജോലിക്ക് കിട്ടുന്ന സാലറി തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 10th ലെവൽ ക്വാളിഫിക്കേഷൻ ഒക്കെ വെച്ച് കിട്ടുന്ന ഒരു അവസരം നമുക്ക് എവിടെയുണ്ട്? ഈ ഒരു കേന്ദ്ര സർക്കാർ ജോലിക്കുണ്ട്. നമുക്ക് HRA, DNS അലവൻസ് ഒക്കെ ആയിട്ട് ഒരുപാട് അലവൻസും ആനുകൂല്യങ്ങളും ഇതെല്ലാം കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ കേന്ദ്ര സർക്കാർ ജോലിയാകുമ്പോൾ ദൂരെ പോയി ജോലി ചെയ്യണ്ടേ, അപ്പൊ പിന്നെ ചെലവ് കൂടുതലായിരിക്കില്ലേ, നാട്ടിൽ നിൽക്കുന്നതല്ലത്. അങ്ങനെയല്ല. നിങ്ങൾക്ക് HRA, TA തുടങ്ങി നിങ്ങൾക്ക് അവിടെ എന്തൊക്കെ ചെലവ് വരുന്നുണ്ട് അതിനുള്ളതെല്ലാം കൂടി ചേർത്തിട്ടുള്ള സാലറി തന്നെ നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ജോലി വഴി കിട്ടുന്നുണ്ട്. അപ്പോ ഒരു കേന്ദ്ര സർക്കാർ ജോലിയിലേക്കുള്ള പഠനം എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിച്ചോളുക. ഈ പറയുന്ന ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഈ പറയുന്ന നമ്പറിൽ ഞങ്ങളൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ബാച്ചിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. കൂടാതെ ഇനി തൊട്ട് നമ്മുടെ ടെലിഗ്രാം ചാനൽ ഒരുപാട് ഫ്രീബീസ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് PYQs, സ്റ്റഡി മെറ്റീരിയൽസ്, കൂടാതെ കറണ്ട് അഫയർ നോട്ട്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ആഡ് ആയി കിടപ്പുണ്ട്. സോ നമ്മുടെ ടെലിഗ്രാം ചാനലും കൂടി ഒന്ന് ജോയിൻ ചെയ്തേക്കുക. കൂടാതെ എല്ലാ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലും കൂടി ഒന്ന് റെഗുലർ ആയിട്ട് ഫോളോ ചെയ്ത് വെച്ചിരിക്കുക. അപ്പൊ മക്കളെ, അടിപൊളിയായിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ നല്ല കിഡിലനായിട്ട് പഠിച്ചോളാം. 2 പരീക്ഷകൾക്കും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊണ്ട് തന്നെ പഠിക്കുക. താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്, ബൈ ബൈ.